ലോകം മുഴുവൻ ആഘോഷത്തിമിർപ്പിലാണ്. 2024 ഉപേക്ഷിച്ചുകൊണ്ട് 2025 വരവേൽക്കുവാൻ തയ്യാറായിരിക്കുന്ന ലോക ജനതയ്ക്ക് ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാവുകളാണ്. പുതുവർഷത്തിൻ്റെ വരവിനായി കാതോർത്തിരിക്കുന്ന ലോക ജനതയ്ക്ക് പുതുവത്സര ആഘോഷം ഒരു ആവേശഭരിതമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. ഇന്ത്യയിലും വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ പുതുവർഷത്തിൽ ജനം ഇവിടെ കൊണ്ടാടുമെങ്കിലും ഇവിടെ കേരളത്തിൽ കൊച്ചിയിൽ നടക്കുന്ന പുതുവത്സര ആഘോഷം എന്തുകൊണ്ടും ലോക ജനശ്രദ്ധ പതിഞ്ഞ ഒരു ഉത്സവം തന്നെയാണ്. ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിവിധ ഇനം പരിപാടികളും പല വിധത്തിലുള്ള മത്സരങ്ങളും വളരെ ആകർഷണീയവുമാണ്. ബൈക്ക് റേസിംഗും ഫുട്ബോൾ മത്സരവും നീന്തൽ മത്സരങ്ങളും ഗുസ്തി മത്സരവും അങ്ങനെ തുടങ്ങിയ നിരവധി മത്സരങ്ങൾ വിവിധ വേദികളിലായി എല്ലാ വർഷവും നടക്കുന്നതോടൊപ്പം ഡിസംബർ 31 വലിയ ഒരു ഭീമൻ പപ്പാഞ്ഞിയെ രാത്രി 12 മണിയോടുകൂടി കത്തിച്ചുകൊണ്ട് പുതുവർഷത്തെ ആഘോഷഭരിതമാക്കി വരവേൽക്കുന്ന ജനതയുടെ ആഘോഷം ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായിട്ടുള്ള പരിപാടിയായി കഴിഞ്ഞ 50 വർഷത്തിലധികമായി നിലനിന്ന് പോരുകയാണ്. പുതുവർഷം പിറന്ന് ജനുവരി 1-ാം തീയതി വിവിധ പ്രച്ഛന്ന വേഷധാരികളായവരും അതേപോലെ തന്നെ വിവിധ നിശ്ചല ദൃശ്യങ്ങളും അണിനിരക്കുന്ന കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന കാർണിവൽ റാലിയുമൊക്കെ കാണുവാൻ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകൾ കൊച്ചിയിലേക്ക്, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒഴുകി എത്താറുള്ളതാണ്. പണ്ട് മുതലേ ജനനിബിഡമായിട്ടുള്ള ഈ പരിപാടിയിലെ മുഖ്യ ആകർഷണമാണ് അർദ്ധരാത്രിയിൽ കത്തിക്കുന്ന ഈ പപ്പാഞ്ഞി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് യുവതി യുവാക്കൾ, അവർ ഒരു ഇടതടവുമില്ലാതെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരും. ജനങ്ങളുടെ ഈ വലിയ ബാഹുല്യവും അവർ കൊണ്ടുവരുന്ന വാഹനങ്ങളെ കൊണ്ടുള്ള ഗതാഗത കുരുക്കും അക്ഷരാർത്ഥത്തിൽ കൊച്ചിയെ ശ്വാസം മുട്ടിക്കുകയാണ് പതിവ്. ഇങ്ങനെ വലിയ ആഘോഷങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നതെങ്കിലും 1-2 തവണ മതഭീകരവാദ പിന്തുണയുള്ള ചില ശക്തികൾ കാർണിവൽ കമ്മിറ്റി തയ്യാറാക്കിയ ഈ കൂറ്റൻ പപ്പാഞ്ഞിയുടെ കഴുത്തറുത്തുകൊണ്ട് അത് കടലിൽ തള്ളിയ സംഭവം അന്ന് ഒരു വലിയ നിരാശയാണ് ഈ ആഘോഷത്തെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ഉണ്ടായത്. മറ്റൊരു തവണ കാർണിവൽ കമ്മിറ്റി ഉണ്ടാക്കിയ പപ്പാഞ്ഞിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപസാദൃശ്യം ഉണ്ടായിരുന്നുവെന്ന ആരോപണം ഉയരുകയും പിന്നീട് സംഘാടകർ ആ പപ്പാഞ്ഞിയുടെ മുഖസാദൃശ്യം മാറ്റിയതൊക്കെ ഒരു വലിയ വിവാദമായിരുന്നു. ഈ തവണയും പപ്പാഞ്ഞിയെ ചൊല്ലി മറ്റൊരു വിവാദം കൂടി കോടതി കയറിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ കാർണിവൽ കമ്മിറ്റി തയ്യാറാക്കിയ പപ്പാഞ്ഞിയെ കൂടാതെ 50 അടി ഉയരമുള്ള ഒരു പപ്പാഞ്ഞിയെ കൂടി മറ്റൊരു ക്ലബ്ബ് തയ്യാറാക്കിയതാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. അല്ലെങ്കിൽ തന്നെ ആയിരക്കണക്കിന് പോലീസുകാരെയാണ് കൊച്ചിയിലെ ഈ പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെടുത്തി തയ്യാറാക്കുന്നത്. എന്നിട്ട് പോലും പോലീസിനിത് നിയന്ത്രിക്കാനാവുന്നില്ല. അപ്പോൾ മറ്റൊരു പപ്പാഞ്ഞിയെ കത്തിക്കുന്ന പരിപാടിയിൽ ഇങ്ങനെ ജനങ്ങൾ സംഘടിക്കുമെന്നതിനാൽ അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട പോലീസ് തന്നെയാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 31-ാം തീയതി വൈകുന്നേരം മുതൽ അക്ഷരാർത്ഥത്തിൽ ഫോർട്ട് കൊച്ചി സ്തംഭിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം ആളുകൾ നേരത്തെ തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിച്ചേരുകയും ഒരു സൂചി പോലും കുത്താനിടയില്ലാത്ത സ്ഥിതി വന്നതിനാലും സമീപ പ്രദേശത്തെ വീടുകളുടെ കോമ്പൗണ്ടിൽ വരെ ആളുകൾ നിലയുറപ്പിക്കുകയും ചെയ്തതോടെ അവിടെ താമസിക്കുന്നവർ അന്ന് മുഴുവൻ പുറത്തിറങ്ങുവാൻ സാധ്യമാവാതെ ജയിലിൽ അകപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു അവർ. മാത്രമല്ല അവിടെ തമ്പടിച്ചവർ മലമൂത്ര വിസർജനമൊക്കെ നടത്തി പരിസരം മുഴുവൻ വൃത്തികേടാക്കുകയും ചെയ്തു. കൂടാതെ അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ബോധക്ഷയം ഉണ്ടാവുകയും എന്നാൽ അവരെ തൊട്ടടുത്ത ആശുപത്രിയിലേക്കൊന്ന് കൊണ്ടുപോകാൻ പോലും സാധ്യമല്ലാത്തത്ര തിരക്കുമായിരുന്നു. ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്കും അവിടെയുള്ള സമീപവാസികൾക്കും ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ വേണ്ട രീതിയിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ അധികൃതർക്ക്, അത് പോലീസ് സംവിധാനത്തിലും ഭരണ സംവിധാനത്തിലും കഴിയാതെ പോകുന്നത് അത് വളരെ ദുഃഖകരവും ഖേദകരവുമാണ്. ഇത്തവണത്തെ ഈ പുതുവത്സര ആഘോഷത്തിലും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ കുറെ കൂടി ജാഗരൂകരായി നമ്മുടെ അധികാരികൾ വളരെ ഗൗരവമായി കാണുകയും വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും വേണം. ഇതിനിടയിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ വേണ്ടി വലിയ തോതിലുള്ള ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. പുതുവത്സര ആഘോഷത്തെ മുൻനിർത്തി മയക്കമരുന്ന് കച്ചവടക്കാർ വൻതോതിൽ മയക്കമരുന്നുകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം എക്സൈസിനും പോലീസിനും ലഭ്യമായതിനാലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിൽ റെയ്ഡും മറ്റു പരിശോധനകളുമൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചില ലോഡ്ജുകളിൽ നിന്നും ചില വീടുകളിൽ നിന്നുമൊക്കെ പോലീസ് പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുമുണ്ട്.
പുതുവത്സരാഘോഷത്തിൻ്റെ മറവിൽ നടത്തുവാൻ സാധ്യതയുള്ള മയക്കമരുന്ന് ശൃംഖലയുടെ ഉദ്ദേശത്തിന് അതിന് കടിഞ്ഞാൻ ഇടുവാനും അത് ഇല്ലായ്മ ചെയ്യുവാനുള്ള വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന നമ്മുടെ അന്വേഷണ വിഭാഗങ്ങളുടെ പ്രവർത്തനം അത് വളരെ ശ്ലാഘനീയവുമാണ്.